ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജി എൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്ന ദോശയ്ക്ക് ഒരു സാമ്പാറാണ് ആദ്യം റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ടല്ലോ, പക്ഷേ ഇത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല മൊരിഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡിയാക്കിയെടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിലുള്ള എല്ലാ പച്ചക്കറികളും നുറുക്കി വെച്ചിട്ടുണ്ട്. സാധാരണ പച്ചക്കറി തീരാതെ ഇരിക്കുമ്പം ചെയ്യുന്ന ഒരു സാമ്പാർ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ സാമ്പാർ റെഡിയാക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ് സാമ്പാർ. അപ്പോൾ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും ഇട്ടിട്ടുണ്ട്. കുറച്ച് 3-4 കുഞ്ഞുള്ളി, ഏത്തക്കായ ഇട്ടിട്ടുണ്ട്, ഒരു പീസ് മത്തങ്ങ ഇട്ടിട്ടുണ്ട്, ബ്രോക്കോളിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം പച്ചക്കറികൾ ബാക്കിയിരിക്കുന്ന തീർക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് സാമ്പാർ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഒരു സവാളയുടെ പകുതി ഇട്ടിട്ടുണ്ട്, വെളുത്ത കളറുള്ള സവാളയുടെ. പിന്നെ എന്താ ഉള്ളത് ഇതിനകത്തുള്ളത്, പിന്നെ ക്യാരറ്റിൻ്റെ ഒരു ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കോജാക്ക് എന്ന് പറഞ്ഞ ഒരു വെജിറ്റബിളാണ് കേട്ടോ. അപ്പോൾ അത് ഒരു സോഫ്റ്റ് ടെക്സ്ചർ ആണ് അതിന്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പൊട്ടറ്റോ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇടാം കേട്ടോ. അപ്പം അത് ഞാൻ മറന്നു പോയായിരുന്നു, അതും കൂടി ഒന്ന് നുറുക്കിയിട്ട് വരട്ടെ. പിന്നെ കുറച്ച് ബീൻസും. അപ്പം ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ, ഹെൽത്തി ആയിട്ടുള്ള ദോശ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. ഞാൻ സാമ്പാർ പരിപ്പ് നന്നായിട്ട് വിസിലടിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച് പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തു. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. അപ്പം അതിനകത്ത് പൊട്ടറ്റോസാണ് അവർ സാധാരണ ചോദിക്കാറ്. അപ്പോൾ പരിപ്പും അങ്ങോട്ട് വരുമ്പോൾ സാധാരണ പല പരിപ്പ് ചേർത്ത് സാമ്പാർ ഉണ്ടാക്കിയാലും എനിക്ക് സാമ്പാർ പരിപ്പ് ചേർത്തുണ്ടാക്കണതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിൽ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഞാൻ കുമിച്ചിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. നിറയെ പച്ചക്കറികളുണ്ടല്ലോ. പിന്നെ സാമ്പാർ പൗഡർ ചേർക്കാറുണ്ട് കേട്ടോ, വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ 1 ടീസ്പൂൺ കുമിച്ചിട്ടും ഒരു 1/2 ടീസ്പൂൺ അല്ലാതെയും ചേർത്ത് കൊടുത്തു. നല്ല മണം സാമ്പാറിൻ്റെ പൊടി എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റു പൊടികളൊക്കെ കുറച്ചിട്ടേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഞാൻ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അതും ഞാൻ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ താളിച്ച് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം കളറിന് വേണ്ടി. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. എല്ലാം ഞാൻ ഒരുപാട് മസാലയുടെ കുത്ത് മുമ്പോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി വെള്ളം ചേർത്തു ആവശ്യത്തിന്. ഇത് വെന്ത് വരാൻ ആവശ്യത്തിന് വെള്ളം. ഞാൻ പൊട്ടറ്റോയും ബീൻസും അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലെല്ലാ പച്ചക്കറികളും തീർന്നു കേട്ടോ. കുറച്ചൊക്കെ ബാക്കി വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് സംശയമുള്ളപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സാമ്പാർ. അപ്പം സാമ്പാർ മസാല എല്ലാം കൂടെ ഒന്ന് കൂടി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 വിസിലടിക്കണമെന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് സമയമുള്ളപ്പം വിസ്തരിച്ച് നമ്മുടെ വറുത്തരച്ച് സാമ്പാറൊക്കെ ഉണ്ടാക്കാം. പക്ഷേ സമയമില്ലാതിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സാമ്പാറാണ് കേട്ടോ ഇത്. അപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടാണ് നമ്മളൊന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ തവിയെടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് കൂടി യോജിപ്പിച്ച് 1 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ വെന്ത് പോരുത്, കറക്റ്റ് ഭാഗമായിരിക്കും. അപ്പോൾ എല്ലാം കൂടി യോജിപ്പിച്ചു. ഇനി കായത്തിൻ്റെ ഇച്ചിരി പൊടിയും കൂടെ ചേർക്കാം. സാമ്പാർ പൊടിയിലുണ്ടെങ്കിലും കായത്തിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഇരുന്നോടെ 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഒറ്റ വിസിലടിക്കുക, ഓഫ് ചെയ്യാം. അപ്പോൾ സാമ്പാർ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഞാനതേക്ക് കുറച്ച് താളിച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ സാമ്പാർ റെഡിയാവും. അപ്പോൾ പെട്ടെന്ന് ആ സമയം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചെറുപയറും കൊണ്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. ഒരു വിസിലടിച്ച് നോക്കും, കൃത്യം കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നമുക്ക് ഇഷ്ടാനുസരണം ഇനി വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഓൾട്ടർ ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി മാത്രം ഞാൻ പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും. ആദ്യം ചേർത്താലും കുഴപ്പമില്ല, ഞാനത് നുറുക്കി വെച്ചിട്ട് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പുളിവെള്ളം ചേർക്കുക. ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് 1-2 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർത്ത്. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് അതായി കിട്ടിയിട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇതിനകത്തുള്ള ചൂടിൽ തന്നെ അത് കുക്കാം. പിന്നെ ഒരു കാര്യം മറന്നു പോയത് കറി ലീവ്സ് ചേർക്കാനായിരുന്നു, അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ താളിക്കുന്നതിലും ചേർക്കാം. അത് നല്ല ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ട് ചേർക്കാം. എൻ്റെ പയ്യെ വാടി തുടങ്ങിയതാണ്, എങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കറി ലീവ്സിൻ്റെ ഫ്ലേവർ വരട്ടെ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിനും. ഒത്തിരി പച്ചക്കറികൾ ചേർത്തുകൊണ്ടാണ്, നല്ല ഫ്ലേവറാണ്. അപ്പോൾ അത് താളിച്ച് ചേർക്കാൻ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഞാൻ മുളക് ഒത്തിരി ചേർത്തിട്ടില്ലല്ലോ ഇത്രയും പച്ചക്കറികൾക്ക്, അപ്പോൾ ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് നന്നായിട്ട് നുറുക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മീഡിയം സൈസുള്ള ഒനിയൻ്റെ പകുതി സാമ്പാറിലിട്ടായിരുന്നു, അതിൻ്റെ പകുതി ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വഴറ്റി ചേർക്കാനായിട്ട്. കൊച്ചുള്ളി സവാളയും കൂടെ മിക്സ് ചെയ്തുള്ളതും കൂടെ ചേർത്തിട്ട് നമുക്ക് അത് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതിനകത്ത് ഇച്ചിരി ഒരു കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കണം കേട്ടോ, അപ്പോൾ ഒരു കളർ കിട്ടും. പിന്നെ വഴണ്ട് വന്നോട്ടെ, കറി ലീവ്സ് ചേർത്ത് കൊടുക്കും. ഒരല്പം മഞ്ഞൾപ്പൊടി ഉണ്ട് ഉള്ളിക്ക് വേണ്ടി ചേർത്തു. ഇനി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ അതും ചേർത്ത് ഇനി നമുക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം, സാമ്പാറിലേക്ക് ചേർക്കാം. വേണമെങ്കിൽ ഒന്നുകൂടെ സാമ്പാറൊന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ തിളപ്പിച്ചെടുക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ, പുളി ചേർത്ത് കഴിഞ്ഞിട്ട്. നല്ല ചൂടുണ്ടായിരുന്നുകൊണ്ട് ഞാനത് ചെയ്തില്ല. അല്പം ഗ്രേവിയും കൂടെ ഓൾട്ടർ ചെയ്ത് കൊടുക്കാം, പിന്നെ തിക്കായിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ. ഇനി ഒരുപാട് ലൂസായിട്ടുള്ള സാമ്പാറിലാട്ടോ ഉണ്ടാക്കി, ഇതും കുറുകിയിരിക്കുന്ന ടൈപ്പിലുള്ള നമുക്കൊത്ത് സാമ്പാർ റെഡിയാണ്. ഇവിടെ പുളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്, അല്പോടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന താളിപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം എടുക്കാം. അപ്പോൾ നമുക്ക് ദോശയിലേക്ക് ചേർക്കാൻ, ചെറുപയർ 1 കപ്പ് ചെറുപയർ കുതിർത്തി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുതിർത്തി വെക്കണം തലേദിവസം. പിന്നെ 2 പച്ചമുളക്, നല്ല എരിയുള്ള പച്ചമുളക് 2 ചേർത്തോടും, 3-4 കൊച്ചുള്ളി, ഇത്ര സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക്. അപ്പോൾ പയർ നല്ല ഹെൽത്തിയാണെന്ന് നമുക്കറിയാം. ഇത് ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അടിച്ച് നമ്മൾ ദോശ ചുടുന്നാൽ നല്ല മൊരിഞ്ഞ് വരും. പയറിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്, എന്നാലും അതിൻ്റെ ഒരുപാട് കുട്ടായിട്ട് തോന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാധാരണ കുട്ടികളൊക്കെ ഒന്ന് ദോശ തരുമോ ചോദിക്കുമ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് തരുള്ളൂ എന്നല്ലേ പറയാം. ഞാൻ സാധാരണ എപ്പോഴും ദോശയൊക്കെ വേണമെങ്കിൽ അപ്പമൊക്കെ വേണമെങ്കിൽ നേരത്തെ പറയണമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഇത് തലേദിവസം പയർ വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിലും പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പം ഞാൻ 1 കപ്പ് ചെറുപയർ കുതിർന്ന് വെള്ളമൊക്കെ വാർന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, നമുക്ക് 3-4 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത്. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരുപാട് അധികമായി പോകരുത് വെള്ളം, കുറേശ്ശെ ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് ചേർത്തൊന്ന് അടിച്ചെടുക്കുക, ഓരോന്ന് പൾസ് ചെയ്ത് നമുക്ക് അത് അവസാനം വേണമെങ്കിൽ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ദോശമാവിൻ്റെ പരുവത്തിൽ തന്നെ അരച്ചെടുക്കാം. ഒന്നടിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ 1 പിടി മല്ലിയില ചേർത്ത് കൊടുത്തു, അതിനകത്തേക്ക് ഒരു ഫ്ലേവർ കൊടുക്കും അതിന്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഏകദേശം തീരാറായിട്ടോ 1 കപ്പ് വെള്ളം എടുത്തത്. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് അരയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്ത് അധികമായിപ്പോയാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് അരയ്ക്കുക, അപ്പോൾ പയർ നന്നായിട്ട് അരിഞ്ഞ് വന്നോളും, പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. പിന്നെ ഞാനൊരു ഇച്ചിരി ഹെൽത്തി ദോശയാണല്ലോ, അതിനകത്തേക്ക് ഞാൻ 1 പിടി സ്പിനാച്ച് ലീവ്സും ചേർത്ത് കൊടുത്തു, ബേബി സ്പിനാച്ച് ലീവ്സ് ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നോക്കൂ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ വേണം തോന്നുകയാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഒരു ഇച്ചിരി തിക്നെസ് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടച്ചെടുക്കാമെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കാം. ഓക്കെ, കുറേശ്ശെ വെള്ളം ചേർക്കാം. ഞാൻ അടിച്ചത് മുഴുവൻ ചേർത്തു കേട്ടോ. അപ്പോൾ ടോട്ടൽ ഒരു 1.25 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളെടുക്കുന്ന പയറിൻ്റെ അളവൊക്കെ അനുസരിച്ച് ഇച്ചിരി വേരിയേഷൻ വരും. അപ്പോൾ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി അതാണ് ഒരു കണക്ക്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അന്നേരമാണ് അത് മുരിഞ്ഞിരിക്കുന്നത്. നമ്മൾ മറ്റേ ദോശ പോലെ കുറേ നേരം ഇരിക്കില്ല. ഞാനിങ്ങനെ മൊരിച്ചെടുക്കണ ആ ഒരു പരുവത്തിൽ ആണ് എടുത്തത്. മറ്റേ ദോശ ഇങ്ങനെ അപ്പം ചുട്ട പോലെ എടുക്കുമല്ലോ, അതുപോലല്ല മൊരിച്ചെടുക്കണം ദോശ. ഇപ്പം ബാക്കിയെല്ലാം മിക്സി കഴുകി വെള്ളവും ചേർത്ത് ഇപ്പം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി നല്ല ബ്യൂട്ടിഫുൾ കളറല്ലേ. അപ്പം ദോശ കല്ല് ചൂടാക്കി നോക്കൂ, ഒരു സമയം മറാക്കണ്ട, നമുക്ക് ഡയറക്റ്റ് കോരി ഒഴിച്ച് ചുട്ട് തുടങ്ങാം കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ ഇച്ചിരി നെയ്യ് മുകളിൽ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഈ നെയ്യ് ശരിക്കും ഹെൽത്തിയാണ്, ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കാതിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി നെയ്യ് തൂക്കി കൊടുക്കുക. നമുക്ക് സൈഡിൽ കടയിൽ തൂക്കി കൊടുക്കുക, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വിട്ടുപോരുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചുട്ടെടുക്കട്ടെ കേട്ടോ, ഫാസ്റ്റായിട്ട്. ഞാനിപ്പോൾ ഇത് അരച്ചത് കുറച്ച് ഞങ്ങൾ കഴിക്കാനുള്ള ആവശ്യത്തിന് മാത്രം ചുട്ടിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ചെയ്തു കേട്ടോ. ഒത്തിരി ദിവസം ഫ്രിഡ്ജിൽ വെച്ചില്ല, മറ്റേ ദോശ പോലെ 2 ദിവസം വെച്ചിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം എടുത്തപ്പോൾ ഇച്ചിരിയോടെ ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വീക്കെൻഡിലൊക്കെ ഒരു നല്ല ഹെൽത്തി ഓപ്ഷനാണ്, ഈവനിങ് ഡിന്നർ ഓപ്ഷനാണ്. ഓക്കെ, നല്ല കളറ്, കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പം പയ്യൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ദോശ ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ആദ്യത്തേത് മാറ്റി അതുപോലെ തന്നെ വെള്ളം തളിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഇളക്കി യോജിപ്പിക്കുകയും ചെയ്യണം. രണ്ടാമത് കോരി ഒഴിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ തിക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയാൽ മതി, അപ്പോൾ ശരിയായി കിട്ടും. പിന്നെ മുകളിലും സൈഡിലും ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് ചേർക്കണ്ടാത്തവർക്കാണെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും, മറിച്ചിടാൻ എളുപ്പമുണ്ടാവും അന്നേരം. ഇപ്പോൾ ഒരു സൈഡ് പയ്യെ മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് മുകളിലേക്ക് അല്പം എണ്ണ തൂക്കി കൊടുക്കാം. ഗീ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂണോ അത് 1/2 ടീസ്പൂണോ ചേർത്ത് കൊടുത്തത്. കുട്ടികൾക്കൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കാം. അവർക്ക് നെയ്യുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കട്ടിയായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പം ഒരു സൈഡ് മുരിഞ്ഞ് അപ്പം തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പം ആദ്യത്തെ ദോശ മാറ്റി അടുത്തത് ചുട്ടെടുക്കാം നമുക്ക്. സ്പീഡായിട്ട് ദോശക്കല്ലൊരു ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് മൊരിച്ചെടുക്കാം. സാമ്പാറും ഇതും കൂട്ട് സെർവ് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഉണ്ടാക്കൽ കണ്ടിന്യൂ ചെയ്യാം. ഇച്ചിരി ധാരാളം വെള്ളം ഒഴിച്ചാൽ അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കും കേട്ടോ. പയ്യെ അങ്ങ് മാറിക്കഴിയുമ്പോൾ പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി മാവ്. അടുത്തത് ചുട്ട് 3-4 ചുട്ടെടുത്തോളൂ കേട്ടോ. ബാക്കി എല്ലാം പിറ്റേ ദിവസം ഉണ്ടാക്കി. അപ്പം അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മറിച്ചിട്ടു നെയ്യ് തൂവി കൊടുത്തിട്ടാണ് കേട്ടോ മറിച്ചിട്ടിടാം. അപ്പം സാമ്പാർ റെഡി. അപ്പം അടുത്ത ഒച്ച കേട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ് സാമ്പാറിൻ്റെ കൂടെ. സാമ്പാർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കൂ, ഇഷ്ടപ്പെടാതിരിക്കില്ല. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറന്നു പോലെ. താങ്ക് യു ഫോർ വാച്ചിങ്. GMV പ്ലാൻ പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. ബൈ.